ഹായ് ഓൾ, വെൽക്കം ബാക്ക് നൂറാസ് മാജിക്. നൂറാസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓണമൊക്കെ വരികയല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നാടൻ രീതിയിലുള്ള സാമ്പാറാണിത്. റെസിപ്പിയിലോട്ട് കിടക്കും മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ്, പച്ചക്കായ, ബീട്രൂട്ട്, ബീൻസ്, ചേന, അതുപോലെ തന്നെ തക്കാളി, കോവക്ക, ഉള്ളി, ക്യാരറ്റ്, വെണ്ടക്ക, വെള്ളരിക്ക, വഴുതനങ്ങ എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടാതെ അല്പം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ ആൾക്കാരും തവരപ്പരിപ്പ് യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ തവരപ്പരിപ്പ് കുക്കറിലിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം മാത്രം പച്ചക്കറി ഇട്ട് കൊടുക്കുക. ചുവന്ന പരിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പരിപ്പും പച്ചക്കറിയുമെല്ലാം ഇട്ട് ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത്. മുരിങ്ങക്കായും വെണ്ടയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയും ഒരു വിസിൽ അടിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തേങ്ങ വറുത്തരക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി എന്നിവ ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തന്നെ അതിനെ റോസ്റ്റ് ചെയ്യണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇത്ര പച്ചക്കറി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറിയാണോ ഉള്ളത് അതൊക്കെ എടുത്താൽ മതിയാവും. നിങ്ങളെടുക്കുന്ന പച്ചക്കറികൾക്ക് അനുസരിച്ചിട്ടാണ് ഈ മസാലപ്പൊടികളും കൂടി ചേർക്കേണ്ടത്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അതിനെ സ്റ്റൗവിലേക്ക് വെക്കാം. 1 വിസിലാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി തന്നെ ചൂടായി വന്നാൽ നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. അത് രണ്ടും ചെറുതായി ഒന്ന് റോസ്റ്റായി വന്നാൽ നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് വെക്കാം. നന്നായി തന്നെ തണുത്ത് വന്നാൽ അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി തന്നെ അടിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ, വെണ്ടക്ക, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ച് 1 വിസിലും കൂടി അടിച്ചെടുക്കാം. അങ്ങനെ 1 വിസിലിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. മുരിങ്ങക്കായും വെണ്ടക്കയും എല്ലാം വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ ആ ഒരു ജാറിലേക്ക് തന്നെ ഞാൻ അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വറവിടാൻ ആവശ്യമായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി തന്നെ ചൂടായി വന്നാൽ അതിലേക്ക് അല്പം കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായി തന്നെ പൊട്ടി വന്നാൽ നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക.
അതിൻ്റെ പച്ചമണമൊന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. സാമ്പാർ പൊടിയുടെ പച്ചമണമൊന്ന് മാറി വന്നാൽ നമുക്കതിനെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണിത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.